ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. വന്ദവടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളതാ. മൂഷിക വാഹന മോദകഹസ്ത രാമകർണ വിവൃത്തിയ സൂത വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ. മുന്നേ ദേവകൾ മുറയും ദേവകൾ മൂഷിക വാഹനനേ തൈരെ മൂക്ക ഗണപതി ചക്കി ദേവരു മുക്തിച്ചുരുമുതലേ. കണ്ടക്കാലിലണിந்த ചിലമ്പ ചലഞ്ചല വെഞ്ചിടവേ സംഘത്തേറിയും തമിഴോദിയ ഷൺമുഖനേ. പണ്ടർത്തേവകൾ വന്നീ കൈതൊഴു മരുകിയ മരുകോനേ. മരനാടരുടിയ ഉമയാൻ തിരുമകനാഥ ഷൺമുഖനേ. ചുണ്ടക്കാവിനു നീതി വളർന്നൊരു ഒപ്പവയിത്തോനേ. ചൊല്ലിത്തൊഴുവോ മല്ലൽ പഴുവരു തോളിൽ പറ്റതുമേ. മൂഷിക വാഹന മോദകഹസ്ത രാമകർണ വിവൃത്തിയ സൂത വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ. പുലിയനു കണിയായി ആങ്ക് പൊന്തന്ത് പുലത്തിച്ചാകി അവിയകത്തുറകളാകി ഐക്കിടൈ നെറിയാളാകി ചവിയുറ തെളിந்த തണ്ണൊഴുക്കവും തഴുവിച്ചാണ്ടോ കവിയന കിടந்த ഗോദാ പുലിയനേ വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെയല്ലേ കാണുന്നത്? സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽധ്വനി കേൾപ്പിക്കാം. എടാ എടാ സ്മാപൈ.
മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമി. ഹേ ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇങ്ങ വാ മാനി, ഇപ്പടി വാ മാനി, ഇങ്ങ വാ മാനി, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. ഏയ്, മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. കനകമൃഗമേ, ஓராதே நீ என் முன் வந்தாய், உன்னை விரும்பி நான் வந்தேன். சீதா கமல சீதேவி சென்று பிடித்து சாவிந்தார். வாராய் வாராய் மானே நீ மறுபூங்குழலி பறக்கின்றார். தாராசுர பூனாகி ദശയായി നിன்று തടവായോ. ഹേ മാനെ, മാനിന്റെ കണ്ണുപോലെ ദൃഷ്ടിയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഞങ്ങളുടെ അടുത്ത് വരുന്നതായ നിനക്ക് പാൽ, പഴം മുതലായ മധുര പദാർത്ഥങ്ങളെ തമ്മിൽ രക്ഷിക്കുന്നതാണ്. മാനിനെ പിടികിട്ടുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണ്. ഈ മാനിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ മാൻ വേണ്ടാം വേണ്ടാം എന്ന് പറയുമ്പോഴും മാൻ മുന്നിലൂടെ ഓടി ഓടി ഓടിയല്ലവാ കളിക്കുന്നത്. അമ്പട മാനെ, ഒന്നുകൂടി പിടിച്ചു നോക്കാം. ഇങ്ങ വാ മാനെ, ഇപ്പടി വാ മാനെ, ഇങ്ങ വാ മാനെ, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. ഏയ്, മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു. കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. മാനിനെ അസ്ത്രം അയച്ച് നിഗ്രഹിക്കുന്നതല്ലേ ചെയ്യാം. എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ ഹരായ് സീതേ. എത്തിച്ചേർന്നു. എൻ മകൻ ഇന്ദ്രജിത്തും മരണപ്പെട്ടു. ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോട് കൂടി ഇതാ യുദ്ധത്തിന് പുറപ്പെടാം. மனிதா கீழ் முதல் கோவில் வந்ததில் மலைந்து ராவணன் மயங்கினார். இனியும் அப்படியிலப்பனிந்துயர்த்தியத்திமிசைந்தனே விருதி வென்றிருவளை தரும் கணைகள் கொண்டு நின்றுடன் குதிக்கவே ஜனனமின்றொடு விருதி வாழ்வனது சத்தியம் சௌரியத்தினார். ഹേ രാമ രാഘവ, ഇത് രാമരാവണ യുദ്ധമാണ്. ഈ യുദ്ധം കാണാൻ ദേവന്മാർ, ഋഷീശ്വരന്മാർ, ആകാശവാസികൾ, ഭൂലോകവാസികൾ, ലോകവാസികൾ, പാതാളവാസികൾ എല്ലാവരും വന്നിരിക്കുന്നത് കണ്ടില്ലേ? രാമ രാഘവ, ഇനി ആകാശം, ഭൂലോകം, പാതാളം സകലയിടത്തും ഓടി ഓടി നമുക്ക് യുദ്ധം ചെയ്യാം. സ്മപ്പൈ 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 സ്മപ്പൈ. രാവണ, നിന്റെ കയ്യിലിരിക്കുന്ന വില്ലെ ഞാൻ മുറിക്കുന്നു. എടാ എടാ സ്മപ്പൈ. ദേവാദികൾ മൂവാദികൾ കാണും സാക്ഷിയാകെ ലോകോപദ്രവകാരിയാകിയ രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. എടാ എടാ സ്മപ്പൈ. ഇനി എല്ലാ പേരുകളും അയോധ്യ രാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം.
ഇതോ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ മന്ത്രി സുമന്ദ്ര, നാളെ സൂര്യോദയം ശ്രീ രാമസ്വാമിക്ക് പട്ടാഭിഷേകം എന്ന് വേഗം മുഴങ്ങട്ടെ. ഹേ രാമ, സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വസിഷ്ഠ ഗുരുവായ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ഉസ്മാൻ ഭവാൻ കേട്ടയോ രാഘവ? ഈ മന്ത്രി സുമന്ദ്ര, ഉത്തമ സ്ത്രീകളെ വിളിച്ച് മംഗളനാട്യം നടത്തിക്കൊള്ളു. ഈ തോൽപ്പാവക്കൂത്ത് ശ്രീരാം ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത് അഡ്കമി ഫൗണ്ടേഷന്റെ കിഡ് ഫസ്റ്റിന്റെ ഭാഗമായിക്കൊണ്ടാണ്. ഇതിനു വേണ്ടി വേദി ഒരുക്കിയതിന്റെ സംഘാടകർ, ഈ പാവക്കൂത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ആസ്വാദകർ, ഇന്ന് രാവിലെ മുതൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പിലും ക്രിയേറ്റീവ് രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഇവിടെ പ്രവർത്തനങ്ങൾ ലോകാലോകമെങ്ങും അറിയപ്പെടട്ടെ. ആൽക്കമിയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും ലോകാലോകമെങ്ങും അറിയപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളം പാടി സമ്മാനം വാങ്ങി അരങ്ങിൽ നിന്നും മണിയറയിലേക്ക് മടങ്ങിക്കൊള്ളാം. ശ്രീരാമചന്ദ്രനും ജയമംഗളം. ശ്രീരാമചന്ദ്രനും ജയമംഗളം. ശ്രീരാമചന്ദ്രനും ജയമംഗളം. നല്ല ജയമംഗളം, നല്ല ജയമംഗളം, നല്ല ശുഭമംഗളം. അവകൾ ഇഷ്ടായോ? ഏത് കഥയെ കാണിച്ചറിയോ? രാമായണത്തിലെ പ്രശസ്തമായ ഭാഗങ്ങളാണ് കാണിച്ചത്. എല്ലാവർക്കും പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് പിന്നിലേക്ക് വന്നൊക്കെ പാവകളെ കാണാം. ഇവിടെ കലാകാരന്മാരൊന്ന് പരിചയപ്പെടുത്താം. ഇത് മീശമാധവനിലേക്ക് അഭിനയിച്ച അതേ മാൻ തന്നെയാണ്. 13 തലമുറകളിൽപ്പെട്ട കലാകുടുംബത്തിലെ കലാകാരന്മാരാണ്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാം വിവിധ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും നേടി പാവകളിയെ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാരാണ്. രാമായണ കഥകൾക്ക് പുറമെ യേശുചരിതം, ഗാന്ധിചരിതം, പഞ്ചതന്ത്രം കഥകൾ, ബോധവൽക്കരണ നാടകങ്ങളൊക്കെ പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന കലാകുടുംബത്തിലെ കലാകാരന്മാരായ ശ്രീ സുജിത്ത്, ആദിത്യൻ, വിജയ് കൃഷ്ണൻ, രാജീവ് പലവർ എന്നീ കലാകാരന്മാരാണ് ഇവിടെ പാവക്കൂത്ത് അവതരിപ്പിച്ചത്. ഭാരതം 2021 ആദ്യമായിട്ട് കേരളത്തിന്റെ ഫോക്ക് അനുഷ്ഠാന കലാരൂപത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത് എന്റെ പിതാവും ഞങ്ങളുടെ എല്ലാ മാർഗദർശിയുമായ പത്മശ്രീ രാമചന്ദ്ര പലരുടെയും സംഘവുമാണ് ഈ വേദിയിൽ പാവക്കൂത്ത് അവതരിപ്പിച്ചത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നാപ്പുറങ്ങളിലേക്ക് വന്നുകൊണ്ട് എങ്ങനെയാണ് മീശമാധവനിലെ മാനും ദശാവതാരത്തിലെ പാവകളിലെ ചലനങ്ങൾ കാണുവാൻ പിന്നാപ്പുറങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദി. എങ്ങനെ വരുന്ന കണ്ടോളൂ. എല്ലാവരും തീ വരുന്നത് കണ്ടോളൂ. സാമ്പ്രാണി വിളിക്കണം. അല്ലെങ്കിൽ അവിടെ ഓണാഘോഷമായിട്ട്
കാര്യങ്ങളാണ് നടക്കുന്നുണ്ട്.